തോമസ് എം എൽ എ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഉമാ തോമസ്, ഈ പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം അത് 7 വർഷങ്ങളുടെ ഒരു കാലയളവിന് ശേഷമാണ്, ജയിൽവാസത്തിന് ശേഷമാണ്. പക്ഷെ അപ്പോഴും പ്രോസിക്യൂഷൻ ഉന്നയിച്ച തടസ്സവാദങ്ങളെ ഒന്നും സുപ്രീം കോടതി വേണ്ട രീതിയിൽ ഗൗനിക്കാതെ പോകേണ്ടി വരുന്നത് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഉന്നയിച്ച അതേ പ്രശ്നം കൊണ്ടല്ലേ, അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോയ ഒരു വിചാരണ? എന്റെ അഭിപ്രായത്തിൽ ഞാൻ സുപ്രീം കോടതിയുടെ വിധിയൊന്നും ചോദ്യം ചെയ്യാൻ തയ്യാറില്ല, അതിന് ഞാൻ ഗണ്ണിക്കുന്നുമില്ല. പക്ഷേ പ്രോസിക്യൂഷൻ ഇതിൽ ഇടപെട്ടത് വളരെ മോശമായിട്ടായിരിക്കും. അവരതിന്റെ ഗൗരവം കൊടുത്തില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ രണ്ടാമത് എനിക്കിപ്പോ പറയാനുള്ളത്, ഇയാൾക്ക് ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് ഈ നടിയെ ഏറ്റവും നല്ല സുരക്ഷമായിട്ടുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. അല്ലെങ്കിൽ ഏത് രീതിയിലും അയാള് ആ കുട്ടീനെ ഉപദ്രവിക്കാൻ സാധ്യത എല്ലാം ഉണ്ട്. ഉറപ്പായും ഈ ഇത്തരം ഒരു സാഹചര്യം ഉണ്ട് എന്ന് കോടതിയിൽ ഉന്നയിച്ചിരുന്നു പ്രോസിക്യൂഷൻ. അതായത് നടിയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്, തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, ഇനി ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ മുങ്ങിക്കളയാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഉന്നയിച്ചിരുന്നു പ്രോസിക്യൂഷൻ. പ്രോസിക്യൂഷൻ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 7.5 വർഷക്കാലം ഈ കേസ് കൊണ്ട് നടന്നത്. ഇതൊക്കെ അപ്പപ്പോ നടപടിയെടുക്കാവുന്ന ഒരു കാര്യമായിരുന്നു. അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന് പറഞ്ഞാലും 7.5 വർഷക്കാലം ഒരാള് ഇങ്ങനെ ഇത് നീട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും പ്രോസിക്യൂഷന്റെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്, ഓക്കെ. അപ്പൊ പ്രോസിക്യൂഷന്റെ വീഴ്ച എന്നുള്ളതാണ് ഉമാ തോമസ് എം എൽ എയുടെ പ്രതികരണം.